കൂട്ടുകാർക്ക് നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഇത് എല്ലാ വീഡിയോസിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പറയണേ. ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീദേവിയും ആനന്ദും കൂടെ ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് കല്യാണ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ശ്രീദേവിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ശ്രീദേവി തുറന്നു പറയാണ്. അത് ശ്രീദേവിയുടെ മനസ്സിലെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ശ്രീകല പറഞ്ഞു വിട്ടായിരുന്നു കല്യാണം 3 ദിവസം ഗംഭീരമായിട്ട് കൊണ്ടാടണം, അതിനെക്കുറിച്ചൊക്കെ ആനന്ദിനോട് പറയണം എന്നൊക്കെ. അങ്ങനെ ശ്രീദേവി പറഞ്ഞു 3 ദിവസത്തെ കല്യാണം എപ്പോഴും എല്ലാത്തടത്തും, പക്ഷേ എങ്കില് നമ്മുടെ കല്യാണം അങ്ങനെ നടക്കില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഒരു ഞെട്ടലോടുകൂടി ആനന്ദ് ചോദിച്ചു, അതെന്താ ശ്രീദേവി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ആനന്ദന്റെ വീട്ടുകാര് എന്നൊക്കെ സമ്മതിക്കോ? അത് മാത്രല്ല, എന്റെ അച്ഛൻ അതിന് സമ്മതിക്കും തോന്നില്ല. അച്ഛന് ലളിതമായിട്ട് വിവാഹം നടത്താനായിട്ടാ താല്പര്യം, അതുകൊണ്ട് എന്റെ അച്ഛൻ അതിന് സമ്മതിക്കും തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആനന്ദിന് ഭയങ്കര വിഷമമായി. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക. എനിക്കറിയില്ല, ഒരു പക്ഷേ എങ്കില് എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന് സമ്മതം ആയിരിക്കില്ല. അവർക്കിങ്ങനെ വലിയ ആർഭാടം കാണിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തോണ്ടാ. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ഷോ കഷ്ടമായി പോലോ, ശ്രീദേവിയുടെ ആഗ്രഹമല്ലായിരുന്നു. അത് ശരിയാ, ഒരു പക്ഷെ ആനന്ദന്റെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരായിട്ടും അവരെതിരൊന്നും നിന്നിട്ടില്ല. പോരാത്തതിനും വളരെ ഗംഭീരമായിട്ട് ഈ കല്യാണം കൊണ്ടാണെന്ന് അവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എന്റെ വീട്ടിൽ അങ്ങനെയല്ലാന്നാ തോന്നേ, കാരണം കുറച്ച് ആൾക്കാരെ വരത്തുള്ളായിരിക്കും. അച്ഛൻ അധികാരമൊന്നും ക്ഷണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന് ആർഭാടത്തിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, സാരമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാന്ന് പറയാം. ശ്രീദേവിയുടെ ആഗ്രഹം നടത്താനായിട്ട് ഞാൻ നോക്കാം. അച്ഛനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ലോ, കല്യാണം ഞങ്ങൾ തന്നെ ഗംഭീരമായിട്ട് നടത്തുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പം ശ്രീദേവിയുടെ അച്ഛനും അമ്മയും അവിടെ കല്യാണം വെക്കുമ്പോഴല്ലേ ലളിതമായിട്ട് തീരെ നടക്കാൻ പറ്റുള്ളൂ. ശ്രീദേവിയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ കല്യാണം നടത്താം, ഞാൻ അച്ഛനോട് സംസാരിക്കാന്നൊക്കെ പറയാം. ശ്രീദേവിക്ക് ഒരു ആശ്വാസം തോന്നി, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ പണമില്ലെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. പാവ ആനന്ദേട്ടൻ തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനൊന്നും ഒരിക്കലും പറയില്ല. എന്ത് ചെയ്യണം, ഈ പാവത്തെ വഞ്ചിക്കുന്ന കഷ്ടമാണ്. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെയും പറയാതിരുന്ന പിന്നെ അത് മതി. അമ്മ ഇനിയിപ്പൊ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അടുത്ത ഭൂകമ്പം ഇനി അതായിരിക്കും. പിന്നീട് ശ്രീദേവി പറഞ്ഞു, എന്നാ ശരി ആനന്ദേട്ടാ, ഞാൻ പോട്ടേന്ന് പറയണ, ഞാൻ കൊണ്ടുവിടാന്ന് പറയാ. വേണ്ട, ഇത്ര അടുത്തല്ലേ, ഞാൻ പോവാന്ന് പറയണ. പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല. അങ്ങനെ ആനന്ദ് ശ്രീദേവിനെ കൊണ്ടേ വിടുവാണ്. പിന്നീട് ആനന്ദ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ആകാശും ധർമ്മനും ഒക്കെ ഉണ്ടായിരുന്നു. ധർമ്മൻ ചോദിച്ചു, എന്തൊക്കെയായി? രണ്ടുപേരും കൂടെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോയെന്ന് ആരും പറഞ്ഞെന്ന് പറയാം. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയണ. അതായത് ഈ മുഖം കണ്ടാൽ അറിയാലോ, ഭയങ്കര സന്തോഷമല്ലോ. എന്ത് പറഞ്ഞു നിന്റെ പ്രിയതമ എന്നു ചോദിക്കുക. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, ഒന്ന് പോ ധർമ്മമാമ എന്ന് പറയണ. പിന്നെ അവന്റെ മുഖത്തെ കള്ളത്തരം കണ്ടോ? എന്തൊരു വലിയ കള്ളത്തരം വന്നേക്ക്. ആ കള്ളച്ചിരി തന്നെ കണ്ടാലറിയാം. അവന് പോകാനായിട്ട് എന്തൊരു തിടക്കുമായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. അല്ല, സത്യം പറ, നിങ്ങൾ എന്താന്ന് സംസാരിച്ചെന്ന് ചോദിക്കാം. ഞങ്ങൾ എന്ത് സംസാരിക്കാനായിട്ട്? ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ലെന്ന് പറയും. പിന്നെ ഒന്ന് സംസാരിച്ചില്ല പോലും. അത് നീയ് കിട്ടിയ അവസരം മുതലെടുത്ത് കാണുമെന്ന് പറയാം. അത് പിന്നെ ക്ഷേത്രത്തിൽ വെച്ചല്ലേ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചെന്ന് പറയും. കല്യാണക്കാര്യത്തെ കുറിച്ചോ? അതിപ്പോ എന്താ? കല്യാണം നടത്തുന്നത് എങ്ങനെയാണ്? കല്യാണം സാധാരണ എല്ലാരും എങ്ങനെയാ നടത്തുന്നത്? അങ്ങനെ നടത്തുന്ന പോലെ അങ്ങ് നടത്തുമെന്ന് ധർമ്മം പറയാം. അതല്ല മാമ, കല്യാണം നല്ല ആർഭാടമായിട്ട് കൊണ്ടാടണം. 3 ദിവസത്തെ കല്യാണം. ഇപ്പൊ കണ്ടിട്ടില്ലേ, കല്യാണം 3 ദിവസമല്ലേ. മെഹന്തി കല്യാണം ഉണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അതിന് റിസപ്ഷൻ ഉണ്ട്. മൊത്തം 3 ദിവസം എല്ലാവരും ആഘോഷിക്കണേന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. നിന്റെ ശ്രീദേവി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. പെട്ടെന്ന് ആനന്ദ് ഓർത്തു, ശ്രീദേവി അങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും? അത് ശരിയാവത്തില്ല. ഒരു പക്ഷേങ്കില് അത് അച്ഛനോട് പറഞ്ഞാലും അച്ഛനും ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരത്തില്ല. ശ്രീദേവി പറഞ്ഞെന്ന് പറയണ്ട, തന്റെ ആഗ്രഹം അതാന്ന് പറയാം, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നീട് പറഞ്ഞു, ശ്രീദേവിയോ? അവൾ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അവൾ പറഞ്ഞ എന്താണെന്നറിയോ? ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ രീതിയിൽ കല്യാണം നടത്തിയാൽ മതി. കണ്ടോ, ആ പെങ്കൊച്ചിന് ബോധമുണ്ട്, അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞെന്നറിയാം. പക്ഷെ അതല്ല മാമ, എന്റെ ആഗ്രഹം അതല്ല. എനിക്ക് ആഗ്രഹം 3 ദിവസം നടത്തണമെന്നാ. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, ആഹാ, ആനന്ദന്റെ ആഗ്രഹം കൊള്ളാലോ, ചെറിയ ആഗ്രഹമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഒരു കല്യാണം അല്ലേ ഉള്ളൂ ജീവിതത്തില്, അതങ്ങ് നടത്തിയാൽ കുഴപ്പമില്ലെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, എന്ന് പറയാനൊന്നും പറ്റില്ല. ഇനിയിപ്പൊ അളിയന്റെ കാര്യമാണ് പറയാൻ പറ്റില്ല. കുടുംബത്തിൽ ആദ്യമായിട്ട് ഗംഭീരമായിട്ട് നടത്താൻ പോകുന്ന കല്യാണം അല്ലേ,
പോരാത്തതിന് ആനന്ദ് പറയുവാണെങ്കിൽ അളിയൻ കേൾക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, പിന്നെ അച്ഛനോട് ഞാൻ പറയാനാ, നല്ല കഥയായി, ഇതെങ്ങാനും അച്ഛനോട് പറഞ്ഞാ മിക്കവാറോ അച്ഛൻ എന്നെ ചീത്ത വിളിക്കുമെന്ന് പറയാം. അങ്ങനൊന്നും ഇല്ലടാ, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണ. ആര്യം പറഞ്ഞു, ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഏട്ടാ, ഏട്ടൻ പറയേണ്ട കാര്യം ഏട്ടൻ തന്നെ സംസാരിക്കണമെന്ന് പറയാം. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ എന്താ ഇവിടെ ഭയങ്കര ഒരു ഒച്ചപ്പാടും വേളം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ആനന്ദേണ്ണ എന്തോ അച്ഛനോട് പറയാനുണ്ടെന്ന്. അയ്യോ, എനിക്കൊന്നും പറയാനെന്ന് ആനന്ദ് പറയണ. എന്താടാ മോനെ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാന്നൊക്കെ പറയണം. അവസാനം ആനന്ദ് പറഞ്ഞു, അല്ലാതെ പിന്നെ വെച്ചാ കല്യാണക്കാര്യത്തെ കുറിച്ചോ അതിനെക്കുറിച്ച് ഇപ്പൊ എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കണം, പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ കല്യാണം നടത്തുന്നതിനെ കുറിച്ചൊക്കെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, അത് പിന്നെ വെച്ചാ വേറൊന്നുമില്ല, ഉള്ള കാര്യം ഞാനും കൂടി തുറന്നു പറഞ്ഞേക്കാം, വളച്ചുകെട്ടില്ലാതെ പറയുന്നതായിരിക്കും നല്ലത്. ആനന്ദന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ, 3 ദിവസം അതിഗംഭീരമായിട്ട് കല്യാണം നടത്തണം. 3 ദിവസമോ? അതെ, ഒന്ന് മെഹന്തി കല്യാണം, പിന്നെ രണ്ടാമതൊന്ന് കെട്ടുകല്യാണം, പിന്നെ 3-ാമത്തെ ദിവസം റിസപ്ഷന്, അങ്ങനെ 3 ദിവസം. 3 ദിവസത്തെ കല്യാണം എവിടെയാടാ മോനെ? അച്ഛൻ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ഈ ടി വിക്കകത്ത് കാണുന്നില്ലേ, 3 ദിവസത്തെ കല്യാണം എല്ലാവരും ആഘോഷിക്കണമെന്ന് പറയാം. ആഹാ, അതിന് കുറച്ച് പൈസ ആവില്ലെന്നേക്കും. പൈസയൊക്കെ ആവുമെന്ന് പറയാ. ധർമ്മം പറഞ്ഞു, അങ്ങനെ കല്യാണം നടത്തുവാണെങ്കിൽ പൊളിയായിരിക്കും, നാടൊട്ടുക്ക് വിളിച്ച്, പക്ഷെ അതിന് കുറെ പൈസ വേണം അളിയാന്ന് പറയണം. ഈ സമയം ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷിയും അല്ല മിത്രയും ഗോമതിയും കൂടെ തഹസിൽദാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് മീനാക്ഷിയുടെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കാരണം ഇത്രയും നാളത്തെ പോലെയല്ല, അവളുടെ മനസ്സ് നല്ല വിഷമമുണ്ട് നിങ്ങൾ അങ്ങനെ ചീത്ത പറഞ്ഞ് വിട്ടതില്. അതുകൊണ്ട് അവളോട് ക്ഷമിക്കണം. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷെ ഇന്ന് വരെ അവൾക്കൊരു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അവൾ പാവമാണ്, അവൾ നിങ്ങൾ വേദനിപ്പിക്കില്ല. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൾ ഇന്ന് വരെ കരയാനായിട്ട് ഞാൻ ഇട കൊടുത്തിട്ടൊന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടാവരുത്. അവളുടെ വേദന ഉണ്ട്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയാം. പക്ഷേ എങ്കില് ഇതൊക്കെ കേട്ടിട്ടും മീനാക്ഷിയുടെ അച്ഛനും യാതൊരു കുലുക്കമില്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. തന്റെ മോൾക്ക് അവിടെ ചെന്നിട്ട് സന്തോഷമാണല്ലോ, അതുകൊണ്ടാണല്ലോ അവളുടെ അമ്മായിമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്റെ മോളെ താൻ അതുപോലെ പൊന്നുപോലെ വളർത്തിയതാ. പക്ഷെ അവള് ചെന്ന് കയറി വീട്ടിലും നന്നായിട്ട് തന്നെ ജീവിക്കുന്നത്. ആ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എത്ര നാളാണ് നിങ്ങൾ ഇങ്ങനെ പിണക്കം ഭാവിച്ചിരിക്കുന്നത്? എല്ലാത്തിനും ഒരു അറുതിയില്ലേ? അവസാനം നിങ്ങൾ ഓരോ സങ്കടം വരും, ഒറ്റ മോളല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം കൂടെ അവിടെ നിന്നിട്ടാണ് പോരുന്നത്. വീടിനകത്തേക്കൊന്നും കയറാൻ പോയൊന്നുമില്ല, പുറത്ത് നിന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കാരണം മീനാക്ഷിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഗോമതിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. പാവം ഇന്നൊരു വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഇത്ര ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ല. സ്വന്തം വീട്ടുകാരെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ ദുരനുഭവം അത് നിസ്സാര കാര്യമൊന്നുമല്ല. എത്രയാന്ന് പറഞ്ഞാലും അവര് ക്ഷമിക്കേണ്ടതാണ്. ഒന്നുമില്ല, നല്ലൊരു ജീവിതമാണ് മീനാക്ഷിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴും ആ ശത്രുത വെച്ച് പുലർത്തുന്നതിനോട് ഗോമതിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഗോമതിക്കറിയാം താനും ഇങ്ങനെ ഒളിച്ചോടി വന്നാണ്. അതിനുശേഷം താൻ അനുഭവിച്ച ദുരിതങ്ങള്, വീട്ടുകാരെ കാണാതെ വന്നപ്പോൾ ഉള്ള വിഷമം, മാനസിക ബുദ്ധിമുട്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നൊക്കെ അതൊക്കെ ശരിക്കും ഗോമതിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഗോമതി ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയണത് തന്നെ. പിന്നീട് മിത്രയും കൂടി വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് സംശയം തോന്നി. മീനാക്ഷി അതിനെ ചൊല്ലി ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട്. അവസാനം സമ്മതിക്കേണ്ടി വന്നു. നിന്റെ വീട്ടിലേക്കാ പോയത്, നിന്റെ അച്ഛനും അമ്മേനെ കാണാനെന്നൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര വിഷമായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ അങ്ങോട്ടേക്ക് പോയത്? അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു, വെറുതെ പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. അവസാനം മിത്ര പറഞ്ഞു, ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് പോയതാ. അമ്മയ്ക്ക് ചേച്ചി മരുമോളല്ല, മോളാണ്, സ്വന്തം മോളെ പോലെ അല്ലേ കരുതുന്നേ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, എനിക്കറിയാം അമ്മയുടെ സ്നേഹം എന്താന്ന്. എന്റെ പെറ്റമ്മ പോലും തരാത്ത സ്നേഹമാണ് എന്റെ അമ്മ എനിക്കിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കില് എന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം ഒന്നും ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാ അവർക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നെയല്ല, ആകാശേണ്ണ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ആകാശേണ്ണന്റെ ഭർത്താവാ, ഒരു പലചരക്കടക്കാരനാന്ന് ഓർത്തോണ്ട് സാധനം എടുത്തു കൊടുക്കാന്ന് ഓർത്തോണ്ട് ആകാശേണ്ട അഭിമാനം ഒന്നും ആരുടെ മുന്നിൽ പണയം വെക്കാൻ എനിക്ക് സാധിക്കില്ല. നല്ല രീതിയിൽ ജോലി ചെയ്ത് തന്നെയാ ആകാശേട്ടൻ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെയും കട്ടും മോഷ്ടിച്ചൊന്നും അല്ലല്ലോ. പക്ഷെ അവര് പറയുമ്പം അവര് ഗവൺമെന്റ് ജോലിയും പണവും പ്രതാപവും ഒക്കെ നോക്കുന്നേ. പക്ഷെ എനിക്കതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലമ്മേ എന്ന് പറയാം. അത് കേട്ട മീനാക്ഷിയോട് ഗോമതിരിഞ്ഞ്, മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അധികം വൈകാതെ അവര് മോളെ കാണാൻ വരുമെന്ന എന്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മീനാക്ഷി അകത്തേക്ക് ഇരുന്നിട്ട് ആകാശിനെ വിളിക്കുകയാണ്. ആകാശിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയണം. അമ്മ കാണാൻ പോയതും എല്ലാം പറഞ്ഞു കഴിയുമ്പത്തിന് ആകാശം പറഞ്ഞു, ദൈവമേ ഭാഗ്യം കൊണ്ട് അമ്മേനെ അവർ ചീത്തയൊന്നും പറഞ്ഞില്ലോ.
നമ്മൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ചീത്ത എങ്ങനെ പറയുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്ത് തോന്നിയേന, അമ്മയ്ക്ക് എന്തുമാത്രം വിഷമായനും എന്നൊക്കെ പറയണം. സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഗോമതി അങ്ങോട്ട് ചെന്നേഴ്ത്തേനും ബാലൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. 3 ദിവസത്തെ കല്യാണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ദേ അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? എത്ര രൂപ ചെലവാകുന്ന ഓർത്താ? അത് 3 ദിവസം. എല്ലാം കൂടെ ഒറ്റ ദിവസം നടത്തിയാൽ എന്താ കുഴപ്പമിരിക്കണേ? അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. പക്ഷേങ്കില് ബാലൻ സമ്മതിച്ചില്ല. ബാലൻ പറഞ്ഞു, അവന്റെ ആഗ്രഹമല്ലേ, അവന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.